ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ഒരു പഴയ റെസിപ്പി നോക്കാം. നമ്മുടെ ചൂടിനും നോമ്പിനും എല്ലാം പറ്റിയ ഒരു പഴയ നാടൻ റെസിപ്പി, നമ്മുടെ സ്വന്തം അവിൽ മിൽക്കേ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു 1/2 കപ്പ് അവില് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തീ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. തീ കൂടി പോകരുത്, അവില് കരിഞ്ഞു പോകും. തീരെ കനയില്ലാത്തൊരൈറ്റമല്ലേ അവില്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നന്നായി മൂത്ത് വരുമ്പോഴേക്കും നല്ല ക്രിസ്പ് ആവും. നമ്മൾ ഈ വിരല് വെച്ച് ഒന്ന് ഞെരിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. അതാണ് ഇതിന്റെ പാകം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നിലക്കടല വറുത്തത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. അതാണ് നമുക്ക് ഇതിനകത്ത് ഒരു ക്രഞ്ചി ആയിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയാക്കി വെക്കാം. കൂട്ടത്തില് നമുക്കൊരു 3 പഴം വേണം. ഇതൊരു 2 ഗ്ലാസിന്റെ അളവാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് 3 പഴം ഈ പറയുന്ന അളവുകൾ മതി. 3 പഴം എന്ന് പറയുന്നത് ഏത് നാടൻ പഴം വേണമെങ്കിലും എടുക്കാം. നന്നായി പഴുത്തതും നല്ല മധുരമുള്ള പഴം തന്നെ ചൂസ് ചെയ്യുക. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതൊരു മാഷർ വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഇവിടുത്തെ അളവിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഈ പഞ്ചസാരയും പഴവും കൂടെ മാഷ് ചെയ്തിട്ട് പഞ്ചസാര നന്നായിട്ട് ഈ പഴത്തിലേക്ക് യോജിക്കുന്ന വരെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിനകത്ത് വലിയ കുക്കിങ്ങോ ഗ്രൈൻഡിങ്ങോ ഒന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ആരെങ്കിലും വരുമ്പോൾ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഗ്ലാസ്, എന്ത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഈ 3 ഐറ്റംസും ലെയറായിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാലോടെ മിക്സ് ചെയ്താൽ മതി. പാല് നല്ല തണുപ്പിച്ച പാലായിരിക്കണം കേട്ടോ. നമ്മൾ ചൂടോ റൂം ടെമ്പറേച്ചറോ ഒന്നും അല്ല വേണ്ടത്. നല്ല കോൾഡ് മിൽക്ക് വേണം. അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചിൽഡ് ആയിട്ടുള്ള മിൽക്കാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് അതിന്റെ ടേസ്റ്റ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു അമ്പലത്തില് ഈ സ്റ്റോൾസ് കാണില്ലേ, അങ്ങനെ ഒരു സ്റ്റോളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. കണ്ണൂർ സ്പെഷ്യൽ എല്ലാം വിൽക്കുന്ന ഒരു കടയിൽ നിന്നാണ്. അന്ന് നമ്മൾ ഇത് കേൾക്കുമ്പോൾ അവിൽ മിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്നും കൂടെ നമുക്കറിയില്ല. നമ്മളിത് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതായത് വിശപ്പൊക്കെ മാറുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. അതിനുശേഷമാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നതും ഒക്കെ. അന്നത് കഴിച്ചപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് എന്ത് സാധനം, ഇത് അവിൽ മിൽക്ക് എന്ന് പറയുമ്പോൾ അത് എന്താ, മിൽക്കിനകത്ത് അവിലിട്ടതാണോ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഓർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുകയാണ്. ഈ ഗ്ലാസ്സിന് ഒരു 3 ഭാഗമായിട്ട് ഒന്ന് സങ്കല്പിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 4 ഭാഗം. അതിലേക്ക് ഞാൻ ഒരു 3-4 ടീസ്പൂൺ പഴത്തിന്റെ മിക്സ് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവില്, അതിന് മുകളിലേക്ക് നമുക്കിനി നമ്മുടെ ഈ പീനട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു ചേർക്കാം. എന്നിട്ട് ഇത് നമ്മൾ കഴിക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പൊ നമുക്ക് ഈ അവിലിന്റെയും ഈ പീനട്സിന്റെ എല്ലാം ഒരു ക്രഞ്ചും കിട്ടും. അതോടൊപ്പം ഈ പഴത്തിന്റെ ഒരു ക്രീമിനെസ്സും പാലും എല്ലാം കൂടെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല റിഫ്രഷിംഗ് ആണ്. അതോടൊപ്പം നമുക്ക് വിശപ്പും മാറും കേട്ടോ. നമ്മളൊരു കടയിൽ പോയി ഇത് മേടിച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു 60 രൂപ 70 രൂപ കൊടുക്കണം ഒരു അവിൽ മിൽക്ക് കഴിക്കുന്നതിന്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ചെലവ് കുറവാണ്. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സാഷെ ബൂസ്റ്റ് ആണ്. ഈ 2 ഗ്ലാസ്സിലേക്ക് ഇപ്പൊ മൈൽഡ് ഫ്ലേവർ മതിയെങ്കിൽ ഒരു പാക്കറ്റ് മതി 2 ഗ്ലാസ്സിലേക്കും. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 5 രൂപയുടെ ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റ് മുഴുവൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചിലതൊക്കെ ഈ അവർ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള റെസിപ്പിയിൽ അവർ ബൂസ്റ്റ് ഒന്നും ചേർക്കാറില്ല. എങ്കിലും ബൂസ്റ്റ് ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു. ഇനി മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഈസിയല്ലേ റെസിപ്പി. മിക്കവർക്കും അറിയായിരിക്കും. അറിയാത്ത ആളുകളെല്ലാം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ടുള്ളത്. ആ ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണം. എങ്കിലേ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എളുപ്പമല്ലായിരുന്നു ആ വീഡിയോ. അപ്പം നമുക്ക് നാളെ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പൊ ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കുടിച്ചാൽ മതി, തീർന്നു പരിപാടി.
അപ്പം നാളെ കാണാമേ.